ഈ ദിവസങ്ങളിൽ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വരികയുണ്ട്. അതിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്: ദൈവം നിങ്ങളോട് അവസാനമായി ഒരാളെ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെ കാണും? കൂടെ പോരുന്ന ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. അദ്ദേഹം എല്ലാ കുഴികളിലൂടെയും ഇങ്ങനെ വെറുതെ നടന്നു. എല്ലാം എൻ്റെ കസ്റ്റമേഴ്സാണ്. ഇപ്പോൾ കച്ചവടത്തിൻ്റെ ഇടക്ക് എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. പ്രിയമുള്ളൊരു സാധാരണക്കാരനാണ്, അധികം പഠിപ്പൊന്നുമില്ല, പക്ഷെ എന്തൊരു ദൈവശാസ്ത്രം പറഞ്ഞു വെച്ച്. ഒരു വൈദികൻ്റെ ശവസംസ്കാര ചടങ്ങായിരുന്നു. 58 വയസ്സ് പ്രായമുണ്ട്. മരിക്കുമ്പോൾ അച്ഛൻ്റെ തൂക്കം 34 കിലോ. ഈ വൈദികൻ 6 മാസം കഷ്ടിച്ച് ജീവിക്കുന്നു. വയർത്ത് കുളിക്കുമ്പോൾ എൻ്റെ അതരങ്ങളിൽ നിന്ന് ഈശോയേ എന്നൊരു വിളി വരുമെന്നാണ്. ആ വിളി കേട്ട് ചെല്ലുമ്പോൾ രക്തത്തിൽ കുളിച്ച് നിലത്ത് കിടന്ന് ഉരുളുന്ന യേശുദാസ് അച്ഛനെയാണ് കൂടെയുള്ളവർ കാണുന്നത്. അച്ഛനെ അൾത്താരയിൽ കാണുമ്പോൾ മുമ്പിലുള്ള ആളുകളുടെ കണ്ണിലൊരു വെട്ട. പ്രിയമുള്ളവരെ, ഓർക്കുക, അച്ഛൻ്റെ ജീവിത സാക്ഷ്യം. കർത്താവ് കൊണ്ടുപോകുന്നിടം വരെ പരാതി കൂടാതെ നമുക്ക് പോകാൻ പറ്റും. അതാണ് മരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം. ഏതാണ്ട് ഒരു 9 മണിയായപ്പോൾ, ഏതാണ്ട് എല്ലാവരും ഒരു 7:30 മണിയായപ്പോൾ കഴിഞ്ഞു. 9 മണിയായപ്പോൾ അവിടെ പലചരക്ക് കച്ചവടം നടത്തുന്നൊരു ചേട്ടൻ സെമിത്തേരിയിൽ വന്നു. അദ്ദേഹം എല്ലാ കുഴികളിലൂടെയും ഇങ്ങനെ വെറുതെ നടന്നു. അപ്പോൾ ഞാനത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എല്ലാ കുഴികളിലൂടെയും നടന്ന് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം എന്നെ കണ്ടപ്പോൾ എന്നോട് സംസാരിക്കാൻ. എന്നിട്ട് ആദ്യത്തെ ഡയലോഗ് ഇതായിരുന്നു: എല്ലാം എൻ്റെ കസ്റ്റമേഴ്സാണ്. എന്നിട്ട് ആ ചേട്ടൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു വാചകം ഇങ്ങനെയായിരുന്നു: ഞാൻ എല്ലാ കുഴികളിലൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് ഞാൻ അവരോട് പറയായിരുന്നു, കച്ചവടത്തിൻ്റെ ഇടക്ക് എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. രണ്ടാമത്തെ കാര്യം, ഉടനെ തന്നെ ഞാനും അങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ വെച്ച് ചെയ്ത കാര്യങ്ങൾ ഓർത്ത് അവിടെ എന്നെ വിദ്വേഷത്തോടെ സ്വീകരിക്കരുത് കേട്ടോ. പ്രിയമുള്ളൊരു സാധാരണക്കാരനാണ്, അധികം പഠിപ്പൊന്നുമില്ല, പക്ഷെ ദൈവശാസ്ത്രമാണ് പറഞ്ഞു വെച്ച്. പ്രിയമുള്ളവരെ, നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ് പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരോടും പ്രാർത്ഥിക്കണം. അവരവിടെ പോയിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടൊരു സ്ഥലം തയ്യാറാക്കാൻ. അപ്പോൾ അവരോട് പറയണം, ഇവിടെ വെച്ച് ചെയ്തതൊന്നും കണക്കിൽ വെച്ചേക്കരുത്, അറിയാതെ പറ്റിപ്പോയതാണ്, അതുകൊണ്ട് ഒന്നും മനസ്സിൽ സൂക്ഷിക്കാതെ എന്നെ അവിടെ വരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കണേ. ഇത്രയും സുന്ദരമായ വേറൊരു ദൈവശാസ്ത്ര ചിന്തയില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതാണ് പരേതാത്മാക്കളോടും പരേതാത്മാക്കൾക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ഈ ദിവസങ്ങളിൽ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വരികയുണ്ട്. അതിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്: ദൈവം നിങ്ങളോട് അവസാനമായി ഒരാളെ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെ കാണും? ഒരുപാട് ഉത്തരങ്ങളുണ്ടാവും. അതിന് മറുപടിയായി പറഞ്ഞത് എങ്ങനെയാണ്: ഒരുപാട് ഉത്തരങ്ങളുണ്ടായിരിക്കും അല്ലേ, പക്ഷേ ഇല്ലടോ, ദൈവം അങ്ങനെ അവസാനം ഒരു അവസരം ആർക്കും തരില്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ അവസാനത്തേതാണെന്ന് വിചാരിക്കുക, എന്നിട്ട് ജീവിക്കാൻ പരിശ്രമിക്കുക. പ്രിയമുള്ളവരെ, ആ മരണത്തിന് എങ്ങനെ ഒരുങ്ങണമെന്ന് ഇതിലും സുന്ദരമായ വേറൊരു വാക്കില്ല. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എനിക്ക് വിട്ടതാണ്. ഞാനവനെ വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞിട്ട്, ഇത് ശരിക്കും ആര് പറഞ്ഞാണ്? അച്ഛത് ഞാൻ തന്നെ പറഞ്ഞതാണ്. അപ്പം ഞാൻ ഒന്നും കൂടി അത് വായിച്ചു നോക്കി. ശരിയാണ്, അതിനകത്ത് ഉള്ള ഒരു ആധ്യാത്മിക ഇതുമായി ബന്ധപ്പെട്ടല്ല കേട്ടോ. അതായത് മരണവുമായി ബന്ധപ്പെട്ട ദിവസം എനിക്ക് 2 ദിവസം മുമ്പ് വന്നതാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നവംബർ മാസത്തിലേക്ക് വേണ്ടി. ഇല്ല ചാ, എനിക്കങ്ങനെ തോന്നിയപ്പോൾ വിട്ടതാണ്. പ്രിയമുള്ളവരെ, ഓരോ പ്രവൃത്തിയും അവസാനത്തേതാണെന്ന് വിചാരിക്കും. വൈദികർ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ജോൺ മരിയ വിയാനിയെ പറ്റിയും അതോടൊപ്പം തന്നെ തോമസ് അക്വിനാസിനെയും പറ്റിയും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വാചകമുണ്ട്: ഇതെൻ്റെ ആദ്യത്തെ ബലിയാണ്, ഇതെൻ്റെ അവസാനത്തെ ബലിയാണ്, ഇതെൻ്റെ ഒരേ ഒരു ബലിയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ഓരോ പ്രവൃത്തിയിലും നമ്മൾ ഇടപെടുമ്പോൾ ഇങ്ങനെ ചിന്തിക്കണം: ഇതെൻ്റെ ആദ്യത്തേതാണ്, അവസാനത്തേതാണ്, ഒരേ ഒരെണ്ണമാണ്. അങ്ങനെ ഒരു നിർദ്ദേശം നമുക്ക് ലഭിച്ച എന്തൊരു കൃത്യതയോടെ ആയിരിക്കുമല്ലേ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ മുമ്പിലുള്ള ഓരോ പ്രവൃത്തിയും എനിക്ക് ഒരുപാട് കിട്ടുമെന്ന് വിചാരിക്കരുത്. ഒരെണ്ണമുള്ളൂ. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പുണ്യം എന്ന് പറയുന്നത് അത് നമ്മളുടെ മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്.
ജീവിതത്തിൽ നിശ്ചയമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മരണം. എനിക്ക് നിങ്ങളുടെ ശവസംസ്കാര ചടങ്ങിൻ്റെ പ്രാർത്ഥന പാട്ട്, മരണം വരുമൊരുനാൾ ഓർക്കുക മർത്യാനെ, കൂടെ പോരുന്നിൻ ജീവിത ചെയ്തികൾ, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഇതിനേക്കാൾ സുന്ദരമായ വേറൊരു മരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമില്ലെന്നാണ് പറയുന്നത്. അലസത കൂടാതെ സൽകൃത്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക, മടി കൂടരുത്. ആ കൊതി വേണം, നന്മ ചെയ്യാനുള്ള കൊതി വേണം. വരാപ്പുഴ അതിരൂപതയുടെ എളംകുളം ഫാത്തിമ മാതാ ദേവാലയത്തിൽ ഒരു ശവസംസ്കാര ചടങ്ങ് നടക്കുകയുണ്ട്. ഒരു വൈദികൻ്റെ ശവസംസ്കാര ചടങ്ങായിരുന്നു. 58 വയസ്സ് പ്രായമുണ്ട്. മരിക്കുമ്പോൾ അച്ഛൻ്റെ തൂക്കം 34 കിലോയാണ്. പ്രിയമുള്ളവരൊന്ന് ആലോചിച്ച് നോക്കണം, 34 കിലോ. അർബുദമായിരുന്നു, ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലും അർബുദമായിരുന്നു. അർബുദമില്ലാത്ത ഭാഗങ്ങളുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 11 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വിദേശത്ത് സേവനം ചെയ്യുമ്പോൾ ഇടവകയിലെ തിരുനാൾ ദിനം കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ചെറിയൊരു അസ്വസ്ഥത. ഇവർക്ക് ആശുപത്രിയിൽ പോയി. ആശുപത്രിയിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഒന്ന് പരിശോധന നടത്തിയതിന് ശേഷം പറഞ്ഞു, അർബുദത്തിൻ്റെ പ്രശ്നമുണ്ട്, അതൊരു പ്രശ്നം തന്നെയാണ്, അതുകൊണ്ടൊന്ന് ഓപ്പറേഷൻ നടത്തും. കൂടെയുള്ള വൈദികൻ്റെ അനുവാദവും അച്ഛൻ്റെ അനുവാദവും സ്വീകരിച്ച് പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തി. വെട്ടിപ്പൊളിച്ച് തുറന്നു നോക്കി, അങ്ങനെ തന്നെ പൂട്ടി വെക്കാനേ പറ്റുള്ളൂ. കാരണം അത്രമാത്രം വ്യാപിച്ചിരുന്നു. കൂടെയുള്ള വൈദികനോട് ഡോക്ടർ കാര്യം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഈ വൈദികൻ 6 മാസം കഷ്ടിച്ച് ജീവിക്കത്തു. അച്ഛൻ്റെ ബോധം വന്നപ്പോൾ അച്ഛനോട് കൂടെയുള്ള അച്ഛൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ മറുപടി എങ്ങനെയാണ്? കൂട്ടുകാരൻ അച്ഛൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, കർത്താവ് കൊണ്ടുപോകുന്നിടം വരെ നമുക്ക് പോകാം, പരാതി കൂടാതെ. പിന്നീട് കർത്താവ് അവനെ കൊണ്ടുപോയത് 6 മാസമല്ല, 11 വർഷവും 7 മാസവും. പ്രിയമുള്ളവരെ, കൂടെ ഉണ്ടായിരുന്ന വൈദികർ ഇപ്പോഴും പറയും അത്രയും കൊടുക്കണ്ടായിരുന്നു എന്ന് പറയും. കാരണം ഈ 11 വർഷവും 7 മാസവും അവൻ അനുഭവിച്ച വേദന എന്ന് പറയുന്നില്ലേ, സഹിക്കാൻ പറ്റത്തില്ല. വേദനയുടെ തീവ്രത എന്ന് പറയുന്നത് അളക്കാവുന്നതിലും അപ്പുറമാണെന്ന് പറയും. ചില സമയത്ത് ഓസ്ട്രിയയിലാണ് അച്ഛൻ ജീവിച്ചിരുന്നത്. ചില സമയത്ത് വേദനയുടെ തീവ്ര നൊമ്പരത്താൽ ചുറ്റുപാടും ഇങ്ങനെ അതിശൈത്യമാണ്, പക്ഷേ ഇവൻ വേർത്ത് കുളിക്കുമെന്ന് പറയും. വേർത്ത് കുളിക്കുമ്പോൾ എൻ്റെ അധരങ്ങളിൽ നിന്ന് ഈശോയേ എന്നൊരു വിളി വരുമെന്ന് പറയും. ആ വിളി കേട്ട് ചെല്ലുമ്പോൾ രക്തത്തിൽ കുളിച്ച് നിലത്ത് കിടന്ന് ഉരുളുന്ന യേശുദാസ് അച്ഛനെയാണ് കൂടെയുള്ളവർ കാണുന്നത്. അങ്ങനെ വിളി അതിൻ്റെ തീവ്രതയിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ വിളി ഇങ്ങനെ ശാന്തമാകും. പിന്നെ അതൊരു യേശുനാമ ജപമായിട്ട് മാറും. അപ്പോൾ കൂടെയുള്ള വൈദികൻ്റെ കരം പിടിച്ചുകൊണ്ട് പറയും, വേദന തുടങ്ങിയപ്പോൾ അതെൻ്റെ വേദനയായിരുന്നു. അപ്പം ഞാൻ ഈശോയെ ഇങ്ങനെ ആർത്ത് വിളിച്ചു. അപ്പോൾ ഈശോ വന്നിട്ട് ഈശോ അവനോട് പറയും, മോനെ, ഇത് നിൻ്റെ വേദന മാത്രമല്ല, ഇതെൻ്റെയും കൂടിയാണ്. അപ്പം എനിക്കൊരു സമാധാനമായി. കാരണം ഈശോയ്ക്കും കൂടെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിലൊരു മാറ്റം നോക്കുക. നമ്മൾ പ്രാർത്ഥിക്കും എൻ്റെ കാല് വേദനിക്കും. അങ്ങനെയല്ല, ഈശോയെ നമ്മുടെ കാല് വേദനിക്കും. പ്രാർത്ഥനയിലെ സ്വാർത്ഥത വെടിയാൻ, കർത്താവിനെ കൂട്ടുപിടിക്കാൻ. പ്രിയമുള്ളവരെ, ഈ അച്ഛൻ്റെ ഈ ഒരു മരണസമയത്ത്, ആ മരണസമയത്ത് അവിടെ ഉണ്ടായിരുന്ന വൈദികൻ നടത്തിയ ഒരു ചരമപ്രസംഗത്തിൽ അച്ഛനെപ്പറ്റി അവിടെയുള്ള ഓസ്ട്രിയയിലെ ഇടവകയിലുള്ള അവിടുത്തെ ദിനപത്രത്തിൽ വന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഞങ്ങളുടെ രക്തസാക്ഷിയാണ്. അതിന് കാരണം ഇതാണ്: വേദന വരുമ്പോഴും പരാതി കൂടാതെ സന്തോഷത്തോടെ സ്വീകരിക്കുക. രണ്ടാമത് പറഞ്ഞത് പ്രത്യാശയുടെ പ്രവാചകനാണെന്ന് പറയും. ഈ അച്ഛനെ അൾത്താരയിൽ കൊണ്ടുവരാൻ കൂടെ സഹായിക്കാൻ വരുന്ന വൈദികർ നിർബന്ധിക്കും. ശരിക്കും പറഞ്ഞ് കീമോ ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നടക്കാൻ പറ്റത്തില്ലെന്നാണ് പറയും. വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വൈദികർ നിർബന്ധിച്ച് കസേരയോടുകൂടെ പൊക്കിക്കൊണ്ടുവന്ന് അൾത്താരയിൽ വെക്കും. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊരു ദുഷ്ടനാണല്ലേ സഹായിക്കാൻ വന്ന അച്ഛന്മാർ. ദുഷ്ടതയായതുകൊണ്ടല്ല, മറിച്ച് അച്ഛനെ അൾത്താരയിൽ കാണുമ്പോൾ മുമ്പിലുള്ള ആളുകളുടെ കണ്ണിലൊരു വെട്ട, മുഖത്തൊരു പ്രകാശം. ഒരിക്കൽ അച്ഛൻ ഒരു ഞായറാഴ്ച ആമുഖത്തിൽ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് സുഖം. നന്നായിട്ട് ഉറങ്ങിയോ? നന്നായിട്ട് ഉറങ്ങി. പക്ഷെ ഞാൻ ഉറങ്ങിയില്ല എന്ന്. ഇന്നലെ ശക്തമായ വേദന, മൂക്കിലൂടെയും വായിലൂടെയും ചെവിയിലൂടെയും ഇങ്ങനെ ചോര പുറത്തേക്ക് ഒഴുകാൻ.
പിന്നെ എപ്പോഴും ഒരു 3:30 മണിയായപ്പോൾ ഉറങ്ങിപ്പോയി. രാവിലെ എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചത് ഒരു കുരുവിയുടെ പാട്ടാണ്. എന്നിട്ട് ജനങ്ങളോട് പറയുന്നുണ്ട്, ഇത്രമാത്രം വേദന എനിക്ക് നൽകിയിട്ട് ഒരു കുഞ്ഞു കുരുവിയെ എൻ്റെ അടുക്കിലേക്ക് വിട്ട് സന്തോഷിപ്പിക്കാൻ ദൈവം കാണിക്കുന്ന ആ ഒരു താല്പര്യം കണ്ടു. എന്നിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എങ്ങനെയുണ്ട്? സഹനത്തിൻ്റെ പ്രദക്ഷിണമുണ്ടാകുമ്പോഴും സന്തോഷത്തിൻ്റെ ചില പൂത്തിരികൾ കർത്താവ് നമ്മൾക്കിങ്ങനെ കത്തിച്ചു തരും. അത് കാണാതെ പോകരുതെന്നാണ് പറയും. പ്രിയമുള്ളവരെ, ഓർക്കുക, അച്ഛൻ്റെ ജീവിത സാക്ഷ്യം. കർത്താവ് കൊണ്ടുപോകുന്നിടം വരെ പരാതി കൂടാതെ നമുക്ക് പോകാൻ പറ്റും. അതാണ് മരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം. നാം പോകുന്നിടത്തൊക്കെ കർത്താവിനെ കൊണ്ടുപോകുന്നവരാണ്, കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ അതിനേക്കാളും 10-20 ഇരട്ടി മൂല്യമുള്ളതാണ് കർത്താവ് കൊണ്ടുപോകുന്നിടത്ത് മാത്രമേ ഞാൻ പോകത്തു. അങ്ങനെ കർത്താവ് കൊണ്ടുപോകുന്നിടം വരെ പോകാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് നല്ല ഒരു ഒരുക്കം നമുക്ക് നടത്താൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് നീ കൊണ്ടുപോകുന്നിടം വരെ പരാതി കൂടാതെ സഞ്ചരിക്കാനുള്ളൊരു കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.